ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ ഇവിടെ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണവും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നപ്പോഴേക്ക് ഞാൻ ഇതിനകത്ത് ഒരു 3 സവാളയും 100 ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇവിടെ ഇതിലേക്ക് ഇനി 3 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വഴറ്റിയെടുത്തതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ തക്കാളിയും കൂടെ ഈ ഉള്ളിയുടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലയാണ്, ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാലക്കൂട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മസാലക്കൂട്ടിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇതിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത്. ഇത് അടിക്ക് പിടിക്കരുത്, അടിക്ക് പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവസാനം ഒരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഗയ്സ് ദേ അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.